ഹലോ ഗൈസ്, നമ്മൾ അടുത്തായി ഉണ്ടാക്കുന്നത് മയണൈസ് ആണ്. ഓ ഗൈസ്, ടേസ്റ്റി ആണോ ഗൈസ്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഷെഫ് അപ്രൂവ്ഡ് ബ്രോ, ഷെഫ് അപ്രൂവ്ഡ്. പക്ഷെ ഇത് വൈഡാങ്ങളല്ല. രാത്രി അവിടെ പോണ്, അവിടെ പോണ്, നാട്ടിൽ നിന്ന് പോണ എന്തോ ജി പറഞ്ഞ സാത്വിക്ക് ചാടുന്നോ? അതൊരു സാത്വിക് മയണൈസ് സക്സസ്ഫുൾ ഗായ്സ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഗായ്സ് നമ്മൾ ഇതെന്തോ ഗായ്സ് ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ പാറ്റി ബ്രെഡ് റെഡി ആക്കിയതാണ് നമ്മുടെ പാറ്റി. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം, പിന്നെ തക്കാളി അതിനകത്ത് വെച്ചിട്ടുണ്ട്. മൈനസ് ആക്കിയിരുന്നു. കാരണം നമ്മുടെ സ്വന്തം ഫ്രിഡ്ജാണ്. ഇനി നമ്മൾ നമ്മള് ഹാലപ്പീനോസിന് പകരം സാൾട്ടഡ് മാംഗോ ഇടാം. സാൾട്ടഡ് മാംഗോ ഗൈസ്. ഇത് ഇന്ത്യൻ ഡിഷാണ് ഗൈസ്. എന്റെ കയ്യിൽ സഞ്ജയുടെ ഡിഷാണ് ഗൈസ്. മെനിയും വെച്ച് ബുക്ക് ഉണ്ട്. എവിടെ വെള്ളം തുറക്കി നല്ല തുറക്കി അതിന്റെ പൂത്തു പോയി വരണം. അഞ്ഞ് അടുത്തൊരു കുറച്ച് പ്ലേറ്റ് എടുക്കുന്ന പ്ലേറ്റ് ചൂടാക്കണം. അത് ഇത് ചൂടാക്കാൻ മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞ അർത്ഥം. ഉപ്പിലിട്ട മാങ്ങ ഗായ്സ്. ഇത് നമ്മുടെ പാറ്റിയുടെ മെയിൻ ഡിഷാണ്. സഞ്ജയ് തന്നെ ഉണ്ടാക്കിയതാണ്, കൈകൊണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ഉപ്പല്ലേ? ഉപ്പ് കൂടിയ കൂടി ഉപ്പിലിട്ടാണ്. അജി എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. വെള്ളമില്ല. പ്രോട്ടീൻ പോണോ അടുത്ത സഞ്ജയ് മസിൽ ഫ്ലെക്സ് ചെയ്യുന്നുണ്ട്. ഇത് വ്ലോഗ് വരുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഗായ്സ്. സഞ്ജയ് വെരി ഗുഡ് ഫ്ലെക്സ് സഞ്ജയ്. ഓക്കെ, ഒന്നും കിട്ടത്തില്ല, നിങ്ങൾ വേറെ ഒന്നും കിട്ടത്തില്ല. അർജുനെ ഹെൽപ്പ്. അർജുന്റെ ടാസ്ക് ആണ് ഗൈസ് ഇത്. എല്ലാരും നീങ്ങ അർജുൻ അരിയുക. സഞ്ജയ് ഫ്ലെക്സിംഗ് ഗൈസ്. സഞ്ജയ് ഫ്ലെക്സിംഗ്. സഞ്ജയ് ഫ്ലെക്സിംഗ് ഗൈസ്. സഞ്ജയ് ഫ്ലെക്സിംഗ്. ഓക്കെ, സഞ്ജയ് ഫ്ലെക്സിംഗ്. അതേസമയം നമുക്ക് ഇജാസിനെ കണ്ടുവരാം ഗൈസ്. तू मेरे प्यार करता है नहीं करता है? तू मेरे प्यार करता है नहीं करता है? ഓക്കെ ഗൈസ്, ഇജാസ് കലിപ്പിലാണ്. ബൈ ഗൈസ്. ഇജാസ് ബൈ. അർജുൻ ഈസ് വർക്കിംഗ് ഗൈസ്. അർജുൻ എങ്ങനെയാണ് ഉള്ളി അരിയുന്നത്? പറയൂ. ചോരക്കളിയുമായി. ഓ വിഗ്നേഷ്, ഓ ചോരക്കളി. സെപ്റ്റിക് ആന്റിസെപ്റ്റിക്കുമായി വിഗ്നേഷ്. അജി കടിച്ചാണെന്നാണ് ഇപ്പൊ അറിയുന്ന റിപ്പോർട്ട്. ഓ ഗൈസ്, മുട്ടക്കള്ളനാക്കി. ഇത്രയും വലിയ കട്ട്
എന്റെ പൊന്നെ തല കറങ്ങുന്നു, വ്ലോഗിന് തല കറങ്ങുന്നു. സഞ്ജി സഞ്ജി മുട്ടയിടുന്ന സഞ്ജി, മുട്ട മുറിക്കുന്ന സഞ്ജി. ഞാൻ ആരുടെ മുട്ട ഇട്ടാലും പൊട്ടിക്കും. ഈ മുട്ടയാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ എണ്ണുന്നില്ല, നീ എടുത്തോണം. എത്ര നിൽക്കുക? മതിയോ? മതിയോ? സിനിമാറ്റോഗ്രാഫർ അല്ലേ? പല സാധനങ്ങളും ഓ, ഞാൻ സിനിമാറ്റോഗ്രാഫർ ആണ്. ക്രിസ്റ്റഫർ നോളൻ പോലും ഇങ്ങനെ പിടിക്കത്തില്ല. മതിയോ? അത്ര മതിയോ? ഇത്ര മതിയോന്ന്? ഇട്രാ. ഇത് ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിപ്പോ എത്ര മുട്ടയാണ് ഗായ്സ്? ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ട അറിയോ? എല്ലാം സെറ്റ് ചെയ്യണം. എല്ലാം സെറ്റിംഗ് ആണ്. സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബർഗർ സെറ്റിംഗ് ആണ്. സെറ്റ് ചെയ്യണം. ആ പറ. നോക്കട്ടെ, അർജുൻ ഡൗട്ടിന് വിളിക്കുന്നുണ്ട്. ഓ, പെർഫെക്റ്റ് അർജുൻ. ഇറ്റ്സ് എ പെർഫെക്റ്റ് സർക്കിൾ ഗൈസ്. It is done by Arjun. Arjun guys, Arjun. ഇത് കൊള്ളാമോന്ന് സഞ്ജി, ഇത് ഓക്കെ ആണോന്ന്? പോരാ. ഇനി എടാ അങ്ങനെയല്ലടാ. സഞ്ജയ് ടിപ്പ് ഇറങ്ങി കൊടുക്കാണ്. പ്രോ ടിപ്പ്. നീ ക്രസന്റ് ആണോ ഉദ്ദേശിക്കുന്നത്? അത്ര ഇംഗ്ലീഷിൽ പ്രാഗൽഭ്യം നേടിയ ആളല്ല. ആ. ഐ വാസ് സ്റ്റഡീഡ് ഇൻ BHS നെല്ലിപ്പുഴ. ഈ ഹാഫ് ക്രസന്റ് അല്ല ഉദ്ദേശിച്ചത്. ഞാൻ സർക്കിളിൽ കട്ട് ചെയ്യണമെന്ന് പറയുമ്പോ ഇതാണ്, അത് ഹാഫ് ക്രസന്റ് ആണ്. സർക്കിൾ കട്ട് ചെയ്യണ്ട. ഇതാ എന്നാ പിന്നെ നോക്കി കഴിഞ്ഞാൽ ഇതാ ഈ കത്തി ഇങ്ങനെ നോക്കിയാൽ കത്തിയുടെ അടിയിൽ ഈ സാധനം കാണും. കത്തി കാണും. നീ പറഞ്ഞ സർക്കിളിൽ കട്ട് ചെയ്യണമെന്നല്ലേ? ഞാൻ പറഞ്ഞില്ല. ഇതാ എന്നോട് പറഞ്ഞ വിഘ്നേഷ്. ഇതാ നോക്കി നമ്മൾ എന്നാ പിന്നെ അങ്ങനെ പറയടാ, ഹാഫ് ക്രസന്റ് ഈസി അല്ലേ? ഹാഫ് പെർസെന്റ് ഈസി ആണെന്ന് പറയാൻ. ഈസി യു കൻ ഡു ഇറ്റ്. അർജുൻ വീണ്ടും റിസിംഗ് ആണ് ഗായ്സ്. അജിദാ മൈനസ് പുരട്ടുകയാണ് ഗായ്സ്. കൊല്ലം ഫ്യൂരി ആയതുകൊണ്ട് പറയുന്നതല്ല, ഇനി എൻ്റെ മൈനസിനെ പാതി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അജി ഈസ് മൈനൈസിങ് ഗായ്സ്. അജി ഈസ് മയണൈസിങ്. അജിയുടെ മയണൈസ് ആണെന്ന് വെച്ചാൽ അജിക്ക് ഇനി ഇത്രയും കൂടി ചെയ്യാനുണ്ട് ഗായ്സ്. ചെയ്ത് നീ എവിടെ കൊണ്ടുവയ്ക്കും? അജി തേക്കാൻ നല്ല മിടുക്കനാണ്. തേക്കാൻ നല്ല മിടുക്കനാണ്. എടാ മറ്റേ അതും കൂടെ കണ്ണെരിയുന്നു ഗായ്സ്. ഇവിടെ അർജുൻ എങ്ങനെയുണ്ട് കണ്ണ്? കണ്ണ് കാണിക്കപ്പെടും. ഇനി അകത്തോട്ട് പോവാം. വിഘ്നേഷ് മാങ്ങ അരികയാണ് ഗായ്സ്. നന്നായിട്ടും പണിയെടുക്കുന്നുണ്ട്. എന്റെ മനസ്സ് എങ്ങനെ അറിയണം? മാങ്ങയിലെ ചോരയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ എന്റെ അല്ല കേട്ടോ. വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് വീട്ടിൽ പോകാതെ വലിങ്ങേറി നിൽക്കുന്ന ടീംസാണ് ഗൈസ് ഇതൊക്കെ. എല്ലാവരും ഞാൻ ഒഴിച്ച്. അടുത്തിന് ഷെഫ് അടുത്തിന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓംപ്ലേറ്റ് അടിക്കാൻ പോവാണ്. ഓംപ്ലേറ്റ് പെറ്റി. അതിലേ ചോദിച്ചേ. സാധാരണ എവിടെ എടുത്ത് വെക്കല്? ഞാൻ സേവ് ചെയ്തെടുത്തേ ഉള്ളൂ. അജി അർത്ഥം വെച്ച് പറയണ്ട. അജി അർത്ഥം വെച്ച് പറയണ്ടോ? Aji is mayonnaising guys. Aji is mayonnaising. വ്ളോഗിനും കൂടി കൊടുക്കാം. വ്ളോഗ് കഴിക്കും. വ്ളോഗ്സ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. അടുത്തിന് മുട്ട സെറ്റ് ചെയ്യാൻ പോവാണ്. മേളി വീണ നോക്കട്ടോ. ആ മെല്ലെ വെക്കേ. ക്യാബേജ്, ക്യാപ്സിക്കം, തക്കാളി, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യുന്ന കാണാം. എങ്ങനെയൊക്കെയാണ്? ആദ്യം ഇത് വെച്ചു, മയണൈസ് ഇട്ടു, എന്നിട്ട് അത് ക്യാപ്സിക്കം ഇടുകയാണ് ഗൈസ്.
അറഞ്ചം പുറഞ്ചം ഇടുകയാണ് ഗൈസ് ക്യാപ്സിക്കം. ക്യാബേജ്. സോറി ക്യാബേജ്. എൻ്റെ ഇംഗ്ലീഷിൻ്റെ പ്രശ്നം കാരണമാണ്. അടുത്ത് നെക്സ്റ്റ് ക്യാപ്സിക്കം. तू मेरे प्यार करता है नहीं करता है वो लोग is capsicum guys, capsicum. വ്ലോഗ് 10 മിനിറ്റ് ആയി. ഇതാണ് നോക്കണ്ടേ. ഓ ഫയർ ഡാൻസ് ഗൈസ്. ഷെഫ് സഞ്ജയുടെ ഫയർ ഡാൻസ്. കഴപ്പ്. പവച്ചിയാ സന്തോഷ് ബേ. Aji is tomatoing guys. Aji is tomatoing. Sanjay is in firework guys. Aji is tomatoing. Sanjay is fireworking. Vignesh is pickling. And Arjun is cutter. Pickling. Vignesh is a perfect pickle. അടുത്തിന് സഞ്ജയ് ഓംപ്ലേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോറി പാറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് അവർ പാറ്റി. നമ്മളിതിന് എത്രയാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്? ടൊർണാഡോ ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാട്ടോ എനിക്ക് തന്നെ. ടൊർണാഡോ ഓംപ്ലേറ്റ് ആണ് guys. ടൊർണാഡോ അല്ല മറ്റേ സാധനം. ചിക്കി കുടങ്ങിയ മുട്ട. അല്ലല്ല എങ്ങനെ ഒരു സാധനം ഇങ്ങനത്തെ മറ്റേ ചൈനീസ് അപ്പം ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ ഇത് കേരളത്തിൽ സഞ്ജയ്ക്കും എനിക്ക് മാത്രമേ അറിയാവൂ. നമ്മളൊരു കട തുടങ്ങുമ്പോൾ വിളിക്കാം. അജിയുടെ സെറ്റിംഗ് ഗായ്സ്. അത്തക്കളത്തിന് പോലും ഇത്രയും പെർഫെക്ഷൻ കണ്ടില്ല. അജി സോസിങ് ഗായ്സ്. ഈ കൺസിസ്റ്റൻസി വരും. ഇനിയും വളരെ ചെറുതാവും. കത്തി എടുത്തിട്ട് ഇങ്ങനെ സോസിങ് ഗായ്സ്. സോസ് ഇത്ര മതിയാ? ഇങ്ങനെ മതിയാ? സഞ്ജയ്സ് മുട്ടയും ഗായ്സ്. നിങ്ങൾ ഇത് കാണുക. വർക്കേഴ്സ് ഗൈസ്. നമുക്കിനി പോയി അർജുനെ ചെക്ക് ചെയ്തിട്ട് വരാം. അർജുനീസ് പെർഫെക്റ്റ് സാധനം. അടുത്തിന് ഇജാസിനെ നോക്കിയിട്ട് വരാം ഗൈസ്. ഇജാസ് വീണ്ടും तू मेरा प्यार करता है नहीं करता है. അടുത്ത നിജോ ഇവിടെ എന്താ കണ്ണ് കയറുന്നളിയാ. അർജുൻ അവിടെ ഉള്ളി എരിയുന്നു. നീ ഇവിടെ എന്ത് ചെയ്യാണ്? ഞാൻ റീൽസ് വിത്ത് ഈറ്റിംഗ്. അതിൽ പുറത്ത് കളിയാ. വീണ്ടും പിക്ലിംഗ്. പ്ലേറ്റ് ഇല്ല. അടുത്തടുത്ത് പാറ്റി സെറ്റ് ചെയ്തു ഗായ്സ്. കണ്ണ് നീറുന്നില്ല. ബ്ലോഗ് കാണുന്ന നിങ്ങൾക്ക് കണ്ണ് നീറുന്നുണ്ടോ ഗായ്സ്? പാറ്റി സെറ്റ് ചെയ്യല്ലേ? 1 2 ഒരു സെറ്റ്. ഗായ്സ് വിവാദം ഗായ്സ് ഇവിടെ. എന്ത് എന്ത് പറഞ്ഞ? നിന്റെ ഗിംബലും നിന്റെ ഫോണും അടിച്ചു പൊടിച്ചോളാൻ. ഓ ഗായ്സ് എനിക്ക് വധഭീഷണി ഗായ്സ്. ഇങ്ങനെ ആക്കിയാൽ ഇന്നൊന്നും തീരൂല. ഇതിന്റെ മണ്ട വെക്ക്. എടാ ഇതൊന്ന് ക്ലീൻ ചെയ്താ. ഓ എനിക്ക് വർക്ക് വന്നു ഗായ്സ്. ഓക്കെ ഗായ്സ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകണം. ഇതിന്റെ മണ്ടയിൽ സാധനം ഇടും. ഇതിന്റെ മണ്ട വെക്കാം. ഇതങ്ങോട്ട് വരണം. ഇതിന് മേലെ മയോണൈസ് ആയിരിക്കും. ഷെഫ് സഞ്ജയ് പറഞ്ഞു കൊടുക്കും. സഞ്ജയ് സിറ്റോട്ട് പോയിട്ട് ഇങ്ങനെ ഇരുന്നു. പേപ്പർ ഉണ്ടോ? നല്ല പേപ്പർ. അതാ പേപ്പർ, നല്ല പേപ്പർ. എടാ അതൊന്ന് എടുത്തിട്ടാണ് എന്റെ വണ്ടിയില്. ഇവിടെ നല്ല എടാ ഇതിന്റെ മണ്ട ഇരിക്കും. എന്താ അതിന്റെ പേപ്പറിന്റെ മണ്ട വയ്ക്കാം. അജി ഇങ്ങോട്ട് വാ. നീ അതവിടെ വച്ചേ. ഇതെടുത്ത് മാറ്റ്. ഇത് ഞാൻ എന്തുകൊണ്ട് എടുത്തു മാറ്റും. ഗായ്സ് നമ്മൾ ഉണ്ടായി കഴിഞ്ഞു ഗായ്സ്. ഇങ്ങോട്ട് കാണിക്കുന്ന ഇത്രയും ആദ്യം ബർഗർ സെറ്റ് ചെയ്തിട്ട് ഇതൊന്ന് കഴുകിയടാ. ഇത് ലാസ്റ്റ് പീസ് ഓഫ് സെറ്റിംഗ് ആണ് ഗൈസ്.
അത് ഇജാസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത്. ഓ നോക്ക് ഗായ്സ്, ഇജാസ് കുരുമുളക് കൂടി ഇട്ടോ. എല്ലാത്തിനും എടുക്കും. മുട്ട കൂടുതലൊന്നുമില്ല, ഞാൻ സെറ്റ് ചെയ്ത് ഇതിലാണ് ഗൈസ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഗായ്സ് വ്ലോഗ് എന്തിയുടെ എല്ലായിടത്തും ഓരോരോ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളൊരു മിനി വ്ലോഗ് ഇവിടെ തീർന്നിരിക്കുകയാണ് ഗായ്സ്. ഇത് എല്ലാവരും തിന്നു തുടങ്ങി പോലും എനിക്കൊന്നും കിട്ടൂല. അതാ ആർത്തി തീറ്റ കൊടുത്തെന്ന് പറഞ്ഞു ഗായ്സ്. ബൈ, ഇനി ഒരു വേറെ വ്ലോഗിൽ വിന്നിക്കാണ്. അയ്യോ ഞാനാ എനിക്കാ സെറ്റ് ചെയ്യുന്ന പറഞ്ഞോട് ചെക്കന്മാർക്ക്. ജസേ പിള്ളേർ സെറ്റ് ചെയ്യുന്ന പറഞ്ഞോട്. മുട്ട ഇവിടെ അതിനകത്ത് മുട്ട വരും ഒരു പ്ലേറ്റ് ആടാ സോസ് ഇത് സോസ് ജസേ സെറ്റ് ചെയ്യുന്ന കാണിച്ചു കൊടുക്കണേ പിള്ളേർക്ക്. ഇങ്ങനെ കൊണ്ട് വെക്കുന്നത് വ്ലോഗ് റണ്ണിങ് ആണ് അർജുൻ. ബ്ലോഗാണോ? ആ പ്ലേറ്റ് ഇതെവിടെ വെക്കുക? ആ ഉരുളി എവിടെ? ആ ഉരുളി ഇട്. എനിക്കൊരു പ്ലേറ്റ് വേണം അളിയാ. വെക്കണേ ഇത് വെച്ചാൽ സെറ്റ് ചെയ്ത് ഞാൻ തൊട്ടിങ്ങനെ വെച്ചു. ഓക്കെ, ഇജാസ് ഫസ്റ്റ് ബ്രെഡ് എടുക്കുന്നു. മൈനസ് എത്ര മുട്ടലായിട്ട് എടുത്തത്? 4 മുട്ട എടുത്തോളോ. ഇത് 4 മുട്ട എന്ന് പറയാം. മയണൈസ് സെറ്റ് ചെയ്യുന്നു ഗൈസ്. മുട്ട ഞാൻ കൊണ്ടുവന്നിട്ടോണ്ടിരിക്കാമേ. ഇത് എടുത്ത് മുട്ട ഇടുന്ന വിഘ്നേഷ് ഗൈസ്. നീ ആരുടെ മുട്ട ഇടുന്ന എന്തുവാണ് അതിനകത്തോട്ട് മറിക്കരുത്. ഓക്കെ, മുട്ട ഇട്ടു. മുട്ട ഇല്ലാത്തതാണോ? കുറച്ചുള്ളല്ലോ. മുട്ട വെച്ചിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് ഇതെല്ലാം മുട്ടയുള്ളതല്ലേ. വെക്കണ്ടേ? നീ അതെടുത്തു, നീ എടുക്കും. വെക്ക്. കൊറേ വരും. അടുത്തെടുക്കും ബ്രെഡ്. സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. മയണൈസ് ഇടുന്നു ഗൈസ്. വെജിറ്റബിൾസ് ആഡ് ചെയ്യും ഗൈസ്. ഇപ്പൊ വെച്ച ഏതൊക്കെയാ? ഇതെല്ലാം വെച്ച് കഴിഞ്ഞാ ഇത് നേരത്തെ വെച്ചേ. പിക്കിൾ കുറച്ച്. ഇത് പൂത്ത സാധനല്ലേ? രണ്ടുമൂന്ന് വെച്ചാൽ മതി. ഇത് ഭയങ്കര കൂടുതലാട്ടോ അർജുന നീ ഇടുന്നേ. എടാ നീ അടുത്ത് കോൺസെൻട്രേറ്റ് മുട്ട നിന്റെ വേറെ ആരും വന്നിട്ടു. മുട്ട വന്നിട്ടില്ലല്ലോ. മുട്ട നോക്കി നിൽക്കുക. ഇത് ഇത്ര സെറ്റ് ചെയ്തിട്ട് മുട്ട ഇടാം. മരങ്ങാണ്ട് അടുത്ത് ചെയ്യാൻ വെക്ക്. അത് വെക്ക്. പിടിച്ചോ. അവര് മുട്ട ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ചെയ്യട്ടെ. സെറ്റിംഗ് ഗൈസ്. സെറ്റ് ചെയ്യാൻ പറഞ്ഞോട്. എല്ലാം ഇങ്ങനെ വെച്ച് വെക്കുക. അത്രേ ഉള്ളൂ. കുരുമുളക് എന്ത് ചെയ്യാനാണോ? കുരുമുളക് ഇടും ഗൈസ്. കുരുമുളക് ഇടാനായിട്ട് പറ്റത്തില്ല നമുക്ക്. അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് മുട്ട. സഞ്ജയുടെ മുട്ട. ചൂടളിയാ. മുട്ട
മുട്ട വയ്ക്കുകയാണ് ഗായ്സ്. അങ്ങനെ ആ ലെയർ ക്ലോസ് ചെയ്യുന്നു ഗായ്സ്. അതിന് കുറച്ച് ഇന്നത്തോട്ട് വെച്ചാടാ എനിക്ക് കുറച്ച് മതി ഇവിടെ വാ കളി. കുറച്ച് മതി എന്ന് പറഞ്ഞപ്പോൾ എടാ സോസ് കഴിക്കുന്നുണ്ടാ? എരിയുള്ളതാണോ? ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാടാ, അതായിരിക്കും ബെറ്റർ. കുറച്ചുകൂടെ മയോണീസ് ഉണ്ടല്ലോ. ഫ്രഞ്ച് ഫ്രൈസ് വേണം. എടാ ഈ ഫ്രഞ്ച് ഫ്രൈസ് വെക്കുന്നത് എന്തിനാണെന്നറിയോ? എഗ് ബർഗറിനത് കടിക്കാനൊന്നും കാണത്തില്ല. ആ ടൈമിൽ 1 2 3 തിക്നെസ് ആയിട്ട് എന്തെങ്കിലും വേണം. ഒരാൾക്കുള്ളയോ? രണ്ടെണ്ണം. മയോണൈസ് നല്ല കൂട്ടി വെച്ചു, അല്ലെങ്കിൽ എല്ലാവരും തോരൻ തിന്നും. അർജുനെ പറഞ്ഞു അർജുൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞോളൂ. പറഞ്ഞോളൂ അർജുന. ഓക്കെ, മൈനസ് ഇടുന്നു ആദ്യം. നെക്സ്റ്റ് എടാ ഇനി എത്ര വേണോടാ? എല്ലാം ഉണ്ടാക്കാനുള്ളതാ. ഇനി എവിടെ ഇരിപ്പുണ്ട്? വേറെ ഇരിപ്പുണ്ട്. ഇനി എത്ര ഉണ്ട്? 6 7 7 ആയിട്ടുള്ളൂ. ഇതൊരു 7 അതുകൊണ്ട് 8 ആയി. 8 ആയി. ഇനി 12 13 കൂടെ വേണം. മുട്ട വരട്ടെ. മുട്ട മുട്ട സഞ്ചി ഒരു സ്ഥലത്തില്ലടാ അർജുന്. അത് അർജുൻ കഴിച്ച ഫ്രണ്ട്. എടാ ഇത് എത്ര കൊള്ളായി? വെച്ചോ. ഒന്നൂടെ 6 ആയി. എടാ ഒരു സ്പൂൺ കൂടെ എടുത്തോണ്ട് വാടാ. ഇതിനെ ഒരു സ്പൂൺ കൂടെ എടുത്തോണ്ട് സ്പൂൺ എടുക്കാൻ പോയതാണ് ഗൈസ്. സഞ്ജയ് ഒരു സ്പൂൺ. മുട്ട ഇരിക്കണോ? ഇനി ഇതിനെ കുറച്ച് ഇമ്പളൊക്കെ ഉണ്ടാക്കി ഞാൻ നാളെ കേൾക്കണം. അറിയോ? നാളെ നിങ്ങൾ പോയി എന്താ കേൾക്കണ്ടേ? ഞാൻ ഇല്ലേ വെള്ളത്തിന്. ഓക്കെ ഗൈസ്, നമ്മൾ സ്പൂൺ കൊണ്ടേ കൊടുക്കുകയാണ്. എടാ ഇതിനകത്ത് സ്പൂൺ ഓക്കെ അത് നീ അതിങ്ങോട്ട് കൊണ്ടുവന്നോ. അവനെടുക്കണം. ഹായ്. ഹലോ ഗൈസ്, Come on. ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഇന്നൊരു ഗിംബലും 13 Pro അടിച്ച് പൊട്ടിക്കാൻ പോവുകയാണ്. ആരുടെ? അതെല്ലാം വഴിയറിയും. ഇജാസിന്റെ മേക്കിംഗ് ആണ് മോനെ, മേക്കിംഗ്. ഓ എന്നെ ലുക്കാന്ന് നോക്കേ. ഓ ഇത് ഒരാൾക്കുള്ളതാണ് ഗൈസ്. ഒരെണ്ണം തിന്നാൽ മതി, നിങ്ങളുടെ വയറ് അമ്പരം. മുളക് കഴിക്കാൻ ഭയങ്കര പാടാ. ഈ മണം അടിച്ചടിച്ച് ചട്നി വെച്ചിട്ടുണ്ട്. ഗൈസ് നിങ്ങൾ ഇതിന് താഴെ കമന്റ് ചെയ്യണം ക്യാമറമാൻ എങ്ങനെ ഉണ്ടായിരുന്നു. വെച്ച്. ചെന്നിരി. ഗൈസ് നീ അത് കവച്ചിരിക്കുന്ന കുഴപ്പമില്ല. മുട്ട വരട്ടെ. ഗൈസ് കവച്ചിരിക്കുന്ന സ്റ്റോർ ചെയ്ത് പാത്രം. ഫോട്ടോ എടുക്കണ സെറ്റിങ്ങിന്റെ. കാണാൻ നല്ല രസമുണ്ട്. മുട്ട ഒരു മലയാളത്തിൽ കമന്റ് വെച്ചേക്കണം. അടുത്തെടുത്തോ. നിക്ക്. ഇവിടെ വെച്ചോ. അർജുന്റെ ഫോൺ ദേ, ആയതല്ലേ ഇത് എടുത്ത് നോക്ക്. അർജുനെ. അതിനകത്ത് വെച്ച് എടുക്കാൻ പാടായിരിക്കും. അർജുൻ നായർ ഫോൺ ഫോൺ എന്റെ ഫോൺ അകത്താ. എടാ വിഘ്നേശേ വെയിറ്റ്, ഞാൻ വരാം. ക്യാമറമാൻ എടാ അങ്ങോട്ട് കൊണ്ടുപോയത് ഞാൻ എന്ത് ചെയ്യുവാണ് ജാസേ? ടൊമാറ്റോ. എന്തൊക്കെയോ കമ്മിയായി വരുന്നുണ്ട്. അല്ലല്ല, ആണ്ടേ ഇതിനകത്ത് വെക്കുന്നത്. എടാ ഇതിനകത്ത് മുളക് ഇടണം. ഈ സാധനം ഇടണില്ലേ? അതിട്ടുന്നുണ്ട്. അത് ഇടുന്നു. ഇതാണ് മെയിൻ സാധനം. എടാ കുരുമുളക് ഇടണോടാ. നീ ഇടുന്നില്ലേ? അർജുനെ ആ. ഫോൺ എവിടെ? ഇതിനകത്ത് കുറച്ച് കുരുമുളക് എടാ, ഇട്ടോ. അവിടെ ഇരിപ്പുണ്ട്. കുരുമുളകും ഇതും വെച്ചോടാ. എടാ
ഉണക്ക ബുക്ക് നാരങ്ങ. ബുക്ക് ഇത് മറ്റേ കിട്ടാം. എടാ എടാ അത്ര നല്ല കുറച്ചുകൂടി ഇട്, നല്ലൊരു ഇട്. ഞാൻ പറഞ്ഞു ഇവര് പറഞ്ഞു കുറച്ചിടന്ന്. ഇത് നല്ല ഇത് അടിപൊളി എടാ സാധനം. അത് വെക്ക്. ഇതാ, ഇതാ. ഇത് പിടിക്ക്. ക്യാപ്സിക്കം ഞാൻ അടിക്കുന്നുണ്ടേ അർജുനെ. ഇരണ്ടാ ഇരണ്ടാ മുട്ട വരട്ടെ. വിഘ്നേഷേ മുട്ട അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ബ്രെഡ് കൂടി കൊണ്ടുവരണേ. ബ്രെഡ് 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 വ്ളോഗർ ബാക്ക് ടു സൈഡിൽ ഫില്ല് നോക്കിട്ടോ ഇതിനെ കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എനിക്കിതൊന്നും ഇടാൻ തടാ. ഒമ്പതെണ്ണേ ആയിട്ടുള്ളൂ. ഒമ്പത് Just പത്ത് eating പതിനൊന്ന് something. ഞാൻ ഒന്നും കഴിക്കുന്നില്ല. Just സൈഡിൽ eating ഇരിക്കുമല്ലോ something. ബ്രെഡ്. അല്ല, അവിടെ പോണ്ടി വേറെ 11 25 ബ്ലാക്ക് പാത്രം ബ്ലാക്ക് പാത്രം 11 ആയിട്ടുള്ളൂ. ഇതിലും ടൊമാറ്റോ സോസ് ഇനി വെക്കടാ. ഇനി വെക്കണോ? സഞ്ജയ് നിന്റെ സെറ്റ് 3 അതാ എന്റെ സെറ്റ് സഞ്ജയ് ഡ്രോപ്പ് സംതിങ്. സഞ്ജയുടെ സെറ്റാണ്. സഞ്ജയുടെ ആണ് അത്. എടാ എനിക്കുള്ള എനിക്കുള്ള എന്റെ കട്ട് ചെയ്തിട്ട് ഇവിടെ വെയ്. നീ അവിടെ വച്ചു കൊടുത്തിട്ട് വേണം ഇത് വെക്കാൻ ഈ സാധനം അങ്ങോട്ടുണ്ട്. തന്നെ ഇട് ഇവിടെ ഇട്ടോ. ഓ ഇതൊക്കെയുള്ള സാധനം റെഡിയാ. നമുക്കിനി അടുക്കള വിശേഷങ്ങൾ കാണാം ഗൈസ്. വാട്ട്സ് ഗോയിങ് ഓൺ. അതൊക്കെ പോകില്ലേ ടൊർണാഡോ 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 ഒക്കെയാണ്. നാളെ ഷവർമ ഉണ്ടാക്കിയല്ലോ. സെയിം പ്രൊസീജിയർ ആണ്. പക്ഷെ നിങ്ങളുണ്ടോ നാളെ? ഞാനുണ്ട് നാളെ. വിഘ്നേഷ് ഉണ്ട് നാളെ. നാളെ 8 ഇന്ന് 8. നാളെ നമ്മൾ 10 പോകത്തുള്ളൂ. ഓ 11 ഞങ്ങൾക്ക് ട്രെയിന്. ഞാൻ എല്ലാത്തുണ്ട്. നീ ഇവിടെ സ്കിൽഡ് ലേബർ വിഘ്നേഷ് ജസ്മിങ്ങളെ മാത്രമേ കണ്ടുള്ളൂ. 14 സ്കിൽഡ് ലേബർ വിഘ്നേഷ്. ഞാൻ പണിക്കല്ലെന്ന് വിചാരിക്കേണ്ട ഗായ്സ്. വിഘ്നേഷ് സാറിന്റെ കൈ മുറിങ്ങിയിട്ട് അത് വച്ച് കെട്ടിക്കൊണ്ട് ഗായ്സ്. ഞാൻ കള്ളപ്പണിക്കാരെന്ന് വിചാരിക്കേണ്ട. ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ഇതെല്ലാം മേടിച്ചു കൊടുത്തു ഗായ്സ്. ഇനി നമുക്ക് സെറ്റിംഗ് പ്ലേസിലോട്ട് പോകാം ഗൈസ്. അജി 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 കണ്ടന്റ് എന്താടേ? കണ്ടന്റ് എന്താടേ? ഗൈസ് എനിക്ക് വധ ഫേസിനുണ്ട് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് വ്ളോഗ് വന്നില്ലെങ്കിൽ ഉത്തരവാദി ഈ ഇരിക്കുന്ന ഇജാസ് ഫേസ് ആയിരിക്കും ഗൈസ്. കുറച്ച് നന്നായിട്ട് സാധനത്തിന് സ്ഥലമില്ല കേട്ടോ. വൃത്തി ഇടോ. അജി കോട്ടിന് 4K. അജി കോട്ടിന് 4K. ബ്ലോഗിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. അജി കോട്ടിൻ 4K. This is for Sanjay special piece ആണ് guys.
ആ ബ്രെഡിൻ്റെ ആ വെളുത്ത ബ്രൗൺ ഭാഗങ്ങളൊന്നും ഇല്ലാത്ത സാധനമാണ് സ്പെഷ്യലി മെയ്ഡ് ഫോർ സഞ്ജയ്. ഇതിന് 0.5x കുറച്ച് വിഷ്വൽസ് കാണാം ഗൈസ്. ഓക്കെ ഐഡിയ കിട്ടിയില്ല ജി. പൊളിക്കാം നമുക്ക്. മുട്ടയില്ലാതെ തക്കാളി കുറച്ച് വെച്ചാൽ വിദൂരതി ജോനത്തൻ കുട്ടിയിൽ ബോബി. നോക്കാൻ പറ്റത്തില്ല, 5% ചാർജ് ഉണ്ട്. പ്രൈസ് കൊടുത്തതാണ്. അപ്പോൾ ഗൈസ് സെറ്റിംഗ് എല്ലാം കണ്ടല്ലോ, നമ്മളിനി കഴിക്കാൻ നേരത്ത് വരാം ഗൈസ്. ബൈ.